ബുധൻ രാശി മാറി ഇപ്പൊ ചിങ്ങത്തിലെത്തി നിൽക്കുകയാണ്. ഇത് ഏതൊക്കെ നക്ഷത്രക്കാരെ സമ്പന്നരാക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യമേ തന്നെ നമ്മള് പ്രതിപാദിക്കുന്നത് വൃശ്ചികൂർ നക്ഷത്രങ്ങളാണ്. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധൻ കർമ്മസ്ഥാനമായ 10-ൽ കൂടി സഞ്ചരിക്കുന്നു. മാത്രമല്ല സർക്കാർ ധനകാരനായ രവിയും കൂടെ നിൽക്കുന്നു. വ്യാഴം അനുകൂലമായി കേന്ദ്രത്തിലും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ സർക്കാർ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും അധ്യാപക ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ എഴുതിയിരിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് ജോലി കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഇവർക്കൊക്കെ കർമ്മരംഗത്ത് നിന്ന് ധാരാളം ധനം ലഭിക്കും. സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്ക് ലോണിന് അപേക്ഷിച്ചവർക്ക് അത് പെട്ടെന്ന് തന്നെ ലഭ്യമാകും. പുതിയതായിട്ട് ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ അവസരം കൂടിയാണിത്. വ്യാഴം കേന്ദ്രസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് രാജയോഗ തുല്യമായ അനുഭവങ്ങളും ഇവർക്കുണ്ടാകും. പലവിധ മാർഗത്തിൽ കൂടിയും ഇവർക്ക് ധാരാളം പണം വന്നു ചേർന്ന് ഇവർ പണക്കാരായിട്ട് മാറും. അതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് അത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കും. അതുപോലെ തന്നെ വല്ല കമ്മിറ്റികളിലെ, പള്ളി കമ്മിറ്റി, അമ്പല കമ്മിറ്റി, അല്ലെങ്കിൽ റെസിഡൻസിന്റെ കമ്മിറ്റികളിലൊക്കെ ഉള്ളവർക്കൊക്കെ അതിന്റെയൊക്കെ തലപ്പത്ത് ഇരുന്ന് ഭരണസമിതിയിലൊക്കെ ഉന്നത തലപ്പത്ത് വരാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ കിട്ടും. മാത്രമല്ല ഇവർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും കിട്ടും. ഇവർക്കെല്ലാം വളരെ അനുകൂലമായ കാലഘട്ടമാണിത്. ഇവർക്കൊക്കെ ഭൂമി വാങ്ങാനുള്ള അവസരം വരെ ഉണ്ടാവും. കൂടാതെ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടിയിട്ട് ഇതൊക്കെ തടസ്സമില്ലാതെ നടക്കും. വളരെ അനുകൂല സമയമാണ് ഈ കൂറുകാർക്ക് ഇപ്പോൾ. അടുത്തത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വ്യാഴം 5-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം ധനഭാവമായ 2-ലും, ശനി 11-ൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനില ഇവർക്ക് വളരെ അനുകൂല സമയം. ഇവരുടെ സന്താനങ്ങൾക്ക് ഈ കാലഘട്ടത്തില് വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ നിൽക്കും. ഏറ്റവും അനുകൂലമായ സ്ഥാനങ്ങളിൽ ഇവരുടെ സന്താനങ്ങൾ എത്തിച്ചേരും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുത്തുന്ന സന്താനങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നന്നായിട്ട് ശോഭിക്കും. പല റിസർച്ച് നടത്തുന്നവർ, അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നടത്തുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ബാങ്ക് ജോലി, അധ്യാപക ജോലി, ഇതൊക്കെ ഈ ടെസ്റ്റുകൾ കഴിയിരിക്കുന്നവർക്കൊക്കെ അത് കിട്ടും. ഈ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ഇഷ്ടപ്പെട്ട വിവാഹം ഇവർക്ക് വന്നു ചേരും. വ്യാഴം 2-ൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽ രംഗത്ത് നിന്നും മറ്റ് പല മാർഗങ്ങളിൽ കൂടി ഇവർക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരും. പുതുതായിട്ട് ഭൂമി വാങ്ങുവാനായിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുക്കും. ചിലപ്പോൾ ആ ഭൂമി വിറ്റ് കൂടുതൽ ലാഭം കിട്ടിയ ആ ഭൂമിയിൽ മറച്ചു വിറ്റ് ധനം കിട്ടാനും സാധ്യതയുണ്ട്. മെച്ചപ്പെട്ട പുതിയ തൊഴിൽ രംഗം കണ്ടെത്തും. ബിസിനസ് രംഗത്തുള്ളവർ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശോഭിക്കും. കൂട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, പങ്ക് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂല കാലഘട്ടമാണിത്. കൃഷിക്കാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് ധാരാളം പണം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ കിട്ടും. ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ധനവും അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാം. കുടുംബ സ്വത്തുക്കൾക്ക് പാർട്ടീഷൻ വെച്ച് അതിന്റെയൊക്കെ ഒരു വീതം കിട്ടാൻ സാധ്യതയുണ്ട്. ഭാര്യ വീട്ടിൽ നിന്ന് ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തിനു പറയുന്നു, ലോട്ടറി ധനം പോലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇവർ സമ്പന്നരായി തീരുക തന്നെ ചെയ്യും. ഇത് പൊതുഫലം മാത്രമാണ്. ദശാകാലം അനുസരിച്ചും ജനസമയം അനുസരിച്ചും ഈ കാര്യങ്ങളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.